അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 17:19 ഈ വചനം മിഷൻ ഔട്ട്റീച്ച് ശുശ്രൂഷകളുടെ ഒരു ആപ്തവാക്യം പോലെയായിരുന്നു. രജനി, ബിന്ദു, റീന, ഷിജി, റോയ്ച്ചൻ ഇവരഞ്ചു പേരും ആ ദിവസങ്ങളിൽ ഉരുകിത്തീരുകയായിരുന്നു. അവര് ആ പൂക്കിപ്പറമ്പ് ബസ് ആക്സിഡന്റിൽ വെച്ചല്ല അവർ ഉരുകിത്തീർന്നത്. യഥാർത്ഥത്തിൽ അവരാത്മീയമായി ഉരുകിത്തീർന്നത് ആ രാജപാളയത്തെ പ്രോഗ്രാമിൽ വെച്ചാണ്. ഞാനൊരു MCBS അച്ഛനാണ്. രാജേഷ് വയലങ്കൽ MCBS. അവിടെ കൂടിയ 10-30 താഴെയുള്ള വ്യക്തികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. 3 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി നല്ല പ്രാർത്ഥനയിൽ പരിത്യാഗത്തിൽ വെന്തുരുകി അതിനുശേഷം ആത്മന വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവ് വിശുദ്ധീകരിച്ചെന്ന് ഉറപ്പുവരുത്തി മക്കളുടെ ഇടയിലേക്ക്, ഇടവകയിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഓരോ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചത്. അതാണ് അന്ന് അവിടെ നടന്നത്. പരിശുദ്ധ കുർബാനയുടെ ജീവിതം ഈശോ മിശിഹ നമ്മളെ രക്ഷിച്ച് ആ രക്ഷാനുഭവം പങ്കുവയ്ക്കണം. അത് ഇടവകയിൽ എല്ലായിടത്തും എല്ലായിടത്തും കയറി ഇറങ്ങണം. അവിടെ എല്ലാവരോടും ക്രിസ്തുവിനെ പങ്കുവയ്ക്കണം എന്നൊരാഗ്രഹം. അതൊരു മിഷൻ സ്പിരിറ്റിലേക്ക് നമ്മൾ വളരുക. 3 ദിവസം കൊണ്ട് ബാബുചേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് 3 ദിവസം പ്രാർത്ഥനയുടെ ദിവസങ്ങളായിട്ട് അങ്ങ് മാറുക. ശരിക്കും മറ്റൊരു ലോകത്തിലേക്ക് ഉയരുക ചെയ്യുന്നു. കർത്താവിൻ്റെ രക്ഷ, അത് രക്ഷയുടെ രഹസ്യമായ പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയുടെ ജീവിതം ജീവിക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തിലൂടെ വീടാന്തരം കയറി ചെല്ലുക. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നടക്കുന്നത് അത്ഭുതങ്ങളാണ്. വളരെയേറെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകൾ, കുടുംബങ്ങൾ പരസ്പരം രമ്യതയിലേക്ക് കടന്നു വരുന്ന വലിയ അനുഭവം. രാജപുരം മിഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാം, അതിലായിരുന്നു റോയ്ച്ചനും രജനിയും ബിന്ദുവും ഷിജിയും റീനയും ഒക്കെ വളരെയേറെ ത്യാഗമനുഷ്ഠിച്ച് കഷ്ടപ്പെട്ട് സുവിശേഷം പകരുന്നതിനായിട്ട് തങ്ങളുടെ ജീവിതത്തെ മുഴുവൻ കൊടുത്തു. സാധാരണ യൂത്ത്, നല്ല അടിച്ച് പൊളിച്ച് നടക്കുന്ന ചെറുപ്പക്കാര്, അതായിരുന്നു റോയ്ച്ചന ഇച്ചിരി കൂട്ടത്തിൽ ഇച്ചിരി ചേട്ടൻ. ബാക്കി എല്ലാവരും കൊച്ചു പിള്ളേരാ. എനിക്ക് തന്നെ അന്ന് 24 വയസ്സ് 25 വയസ്സ് ഏതാണ്ട് പ്രായമുള്ളൂ. ബാക്കി അവർക്കൊക്കെ തീരെ കൊച്ചു പിള്ളേരാ. നല്ല സ്മാർട്ടായിട്ട് ഏഞ്ചലിക് ബ്യൂട്ടിയാ അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക്. മാലാഖമാരുടെ സൗന്ദര്യം. എന്തിന്, ഞാൻ കോഴിക്കോട് ബിന്ദുവിനെ കാണുമ്പോഴത്തേക്ക് അവളുടെ ദേഹം മുഴുവൻ നെറ്റിട്ടിരിക്കുക, മുഖം മാത്രമുണ്ട് കരിയാത്തതായ. ഏതാണ്ട് 70% കരിഞ്ഞിരിക്കുന്ന അവളുടെ മുഖത്ത് കാണുമ്പോൾ മാലാഖമാരുടെ സൗന്ദര്യമാണ്. മാതാവിനെ ആശ്വസിപ്പിക്കുന്ന റോയ്ച്ചനും രജനിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്ന ബിന്ദുവിനെ നമുക്ക് മറക്കാൻ പറ്റും. അങ്ങനെ ദൈവസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 90 വയസ്സുകാരൻ്റെ അല്ല 90 വയസ്സുകാരിയുടെ ആധ്യാത്മികത ജീവിക്കുകയായിരുന്നില്ല അവർ ചെയ്തത്. അവരുടെ പ്രായത്തിനൊത്ത വിധം, എന്നാൽ ആ സാധാരണകരമായ രീതിയിൽ അവർ ജീവിച്ചുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ച ചെറുപ്പക്കാരായിരുന്നെങ്കിൽ അതിന് അപ്പുറത്ത് അസാധാരണമാം വിധം ചില കാര്യങ്ങളിൽ അവർ കടന്നുപോയി. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്നതിൽ നിന്നാണ് സ്നേഹം എന്തെന്ന് അവർ മനസ്സിലാക്കിയത്. വെറുതെ തൊലിപ്പുറത്തുണ്ടാകുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാരവുമായിട്ടല്ല അവർ സ്നേഹത്തെ മനസ്സിലാക്കിയത്. കർത്താവിൻ്റെ രക്ഷ, കർത്താവാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ സ്നേഹം ജീവിക്കണമെന്ന് കർത്താവ് എന്നെ സൗജന്യമായി സ്നേഹിച്ചത് കൊണ്ട് ഞാനും സൗജന്യമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടണമെന്ന വലിയ ആന്തരികമായ ദാഹമായിരുന്നു ഈ 5 പേരെ രാജപാളയത്ത് ഓരോ കുടുംബങ്ങളിലേക്കും കടന്നുപോയത്. രാജപാളയത്തിന് മുൻപ് പല ഇടവകകളിൽ ഇങ്ങനെ മിഷൻ ഔട്ട്റീച്ച് പാരിഷ് പ്രോഗ്രാം നടത്തിയിരുന്നെങ്കിലും പല പ്രോഗ്രാമുണ്ട്. ഏത് ഇടവകയിലാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ചെങ്കുത്തായ ഒരു
മലയുടെ സൈഡിലിരിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടില് ഒരു പെങ്കൊച്ച്, അവള് രമ്യതപ്പെടണം. അവള് രമ്യതപ്പെടാൻ തയ്യാറായാലും അവിടെ വലിയൊരു രമ്യത നടക്കത്തുള്ളൂ. ആ കുടുംബങ്ങളെല്ലാം രമ്യതയിലേക്ക് കടന്നു വരത്തുള്ളൂ. പക്ഷെ ഇവക്കാകട്ടെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒട്ടും പറ്റുന്നില്ല. അപ്പം ഞാൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം ഓർത്തുകൊണ്ട് അവളോട് പറഞ്ഞു, ജീവിതാന്തി ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക, സഹോദരനോട്, കൂടെ പിറന്ന സഹോദരനോട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആളുകളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് എങ്ങനെ ക്ഷമിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കരിങ്കലിന് കാറ്റ് തട്ടിയ പോലെ ആ മുളങ്ങനെ ഇരിക്കുക. അപ്പോൾ രജനി ആ ചെങ്കുത്തായുടെ മലയുടെ സൈഡിൽ ഉച്ച സമയമാണ്, മാർച്ച് മാസത്തെ ചൂടാന്ന് ഓർത്തോണം, മുട്ടുകുത്തി ആ ചെങ്കുത്തായുടെ മലയില് മുട്ടുകുത്തി സ്വന്തം മുട്ടിന്മേൽ നിന്നുകൊണ്ട്, ഒരു അല്പം പോലും തുണി പോലും ഉപയോഗിക്കാതെ സ്വന്തം മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈ വിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുക. രജനിയും കൂടെയുള്ളവരും പ്രാർത്ഥിക്കുന്നതിനിടയിൽ അവൾ മോഹലസ്യപ്പെട്ട് വീഴുക, ആ വെയിലിൻ്റെ ആഘാതം സഹിക്കാതെ. ഇത് കണ്ടുകൊണ്ട് ഈ മോള്, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ മോള് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിനുശേഷം അവളുടെ മനസ്സിൽ പെട്ടെന്ന് ഈ ഒരു സംഭവം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുള്ള. അവൾ പറയുകയാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാ. എന്നെ ദ്രോഹിച്ചവരോട്, എനിക്ക് ഇത്രമാത്രം ദ്രോഹം തന്നവരോട്, അവർ തന്ന ദ്രോഹങ്ങളൊക്കെ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഈശോയുടെ നാമത്തിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റും, അവരെ വീണ്ടും എനിക്ക് എൻ്റെതായി സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെങ്കൊച്ച് രമ്യതപ്പെടുക. അപ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ രജനി അങ്ങനെ ചെയ്തത് വഴി നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ആ മകളോട് സുവിശേഷം പ്രസംഗിച്ചു, രമ്യതയുടെ സുവിശേഷം പ്രസംഗിച്ചു എന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവിടെ ദൈവം ആ രമ്യത കൊടുക്കുകയും ആ കുടുംബങ്ങളെല്ലാം കൊണ്ട് രമ്യതപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ വലിയ ആ ഒരു അനുഭവം പുറത്തുള്ള നമ്മളുടെ സാധാരണ സ്നേഹമല്ല, മറിച്ച് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചു, ഈശോ മിശിഹാ നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് പകരം കൊടുക്കാൻ വേണ്ടി സ്നേഹമല്ലാതെ മറ്റൊരു കാര്യവും ഇല്ല. അന്ന് ആ സംഭവത്തിന് ശേഷം ഞാൻ തിരിച്ച് കോഴിക്കോട് വരുമ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ എന്നെ ചൂണ്ടിക്കാണിക്കുക, പൂക്കിപ്പറമ്പിൽ വെച്ച് അങ്ങൊരു മരം, ഒരു തെങ്ങ് നിപ്പുണ്ട്, ആ തെങ്ങിന്റെ തലപ്പോളം തീ ആളിക്കത്തിയെന്ന്. ബസ്സിൽ തീ പിടിച്ചപ്പോഴത്തേക്ക് റോയിച്ചൻ എന്തുവാ ചെയ്തത്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്നതിൽ നിന്നാ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നെങ്കിൽ, നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ തന്നെ ബലി കഴിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ജീവൻ ബലി കഴിക്കാൻ കടപ്പെട്ടിരിക്കുന്ന അറിഞ്ഞ റോയിച്ചന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ബസ്സിനുള്ളിൽ നിന്ന് പലരെയും പിടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ബിന്ദുവിനെയും പിടിച്ച് പുറത്തേക്ക് ഇറക്കി. സ്വന്തം ജീവനെ തൃണവത്കരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിലെ ജീവിതത്തിലും ഉപരിയായ ഒരു സത്യമായ ജീവിതത്തെ കണ്ടുകൊണ്ട് ഓടിയ റോയിച്ചന് അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കപ്പെട്ട സഭയിൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിറ്റിലപ്പള്ളി പിതാവ് പറഞ്ഞത് ഇവർ രക്തസാക്ഷികളാണ്. സത്യമാ, നമുക്ക് രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും നമ്മുടെ കഴുത്ത് മുറിച്ചു കൊടുക്കുന്നതല്ല, മുറിച്ചു കളയുന്നു, ആരെങ്കിലും പീഡനങ്ങളിൽ ഏർപ്പെടുത്തി നമ്മളെ കൊന്നുകളയുന്നു അല്ല, രക്തം കൊണ്ട് സാക്ഷീകരിക്കുന്നത്. ആ തീജ്വാലകളുടെ മധ്യേ അവർ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി എന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോൾ ആ ബസ്സിൽ ഒരു കൂട്ട നിലവിളിയായിരുന്നു, ദൈവസ്തുതിപ്പുകളായിരുന്നു. ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചേക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതമായിരിക്കുന്നത്. നശ്വരമായ ഈ ജീവിതത്തിനും അപ്പുറമായ ഒരു ജീവിതമുണ്ട്. അത് തന്നെയാണ് അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരിക.